യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ, തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ, തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്, അടിപ്പിണരാൽ രോഗസൗഖ്യവുമുണ്ട്. സുഭാഷിതം. യഹസ്കേൽ പ്രവചനം 21 അധ്യായത്തിന്റെ 6 വാക്യം. നീയോ മനുഷ്യപുത്ര, നിന്റെ നടുവൊടികെ നെടുവീർപ്പിടുക, അവർ കാൺകെ കഠിനമായി നെടുവീർപ്പിടുക. Sigh therefore, son of man, with a breaking heart, and sigh with bitterness before their eyes. യഹസ്കേൽ പ്രവാചകൻ ഇപ്പോൾ ബാബിലോണിലാണ് ആയിരിക്കുന്നത്. അടിമത്തത്തിലായിരിക്കുന്ന യഹൂദ ജനം എന്തിന് നെടുവീർപ്പിടുന്നു എന്ന് നിന്നോട് ചോദിച്ചാൽ എന്തുത്തരമാണ് നൽകേണ്ടതെന്ന് 7 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരു വർത്തമാന നിമിത്തം തന്നെ അത് സംഭവിക്കുമ്പോൾ സകല ഹൃദയവും ഉരുകിപ്പോകും, എല്ലാ കൈകളും കുഴഞ്ഞു പോകും, ഏത് മനസ്സും കലങ്ങിപ്പോകും, എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകിപ്പോകും. അത് വന്നു കഴിഞ്ഞു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹൂദയിലെയും യെരുശലേമിലെയും ജനങ്ങൾ വിഗ്രഹങ്ങളെ സേവിക്കുന്നത് മതിയാക്കി അധർമ്മവും പാപവും വെടിഞ്ഞ് അവരെ പരിപാലിച്ചു കൊണ്ടിരുന്ന ജീവനുള്ള ദൈവത്തെ സേവിക്കണമെന്നുള്ള ആഹ്വാനം വർഷങ്ങളായി പ്രവാചകന്മാരിൽ കൂടെ അറിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മടങ്ങി വരാതിരുന്നാൽ നിശ്ചയമായും അവർ ന്യായവിധി അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുമുള്ള പ്രവചനങ്ങൾ യിരെമ്യാ പ്രവാചകനും യഹസ്കേൽ പ്രവാചകനും കൂടാതെ മറ്റ് പ്രവാചകന്മാരും അവരെ അറിയിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ സന്ദേശം അവര് ഗൗരവമായി എടുത്തില്ല. ഘട്ടം ഘട്ടമായി ബാബിലോണിയർ യഹൂദ ജനത്തെ അടിമകളായി കൊണ്ടുപോയി. എന്നിട്ടും അവർക്ക് മനം മാറ്റം ഉണ്ടായില്ല. അതുകൊണ്ട് ദൈവം നിശ്ചയമായും ന്യായവിധി അയക്കും. അത് എത്രയും വേഗം സംഭവിക്കുകയും ചെയ്യും. അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളാണ് നാം വായിച്ചു കേട്ടത്. അതിന്റെ വേദന വളരെ കഠിനമായിരിക്കും എന്നുള്ളത് പ്രതിഫലിപ്പിക്കുവാനാണ് പ്രവാചകനോട് നടുവൊടികെ നെടുവീർപ്പിടുവാൻ പറഞ്ഞത്. ദൈവത്തെ അനുസരിക്കാതിരുന്ന യഹൂദ ജാതിക്ക് ന്യായവിധി ഏൽക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും അനേകർ ന്യായവിധിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് നെടുവീർപ്പിടേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആദാം പാപം ചെയ്തതുകൊണ്ട് സകല മനുഷ്യരും പാപികളായി തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണമാകൊണ്ട് ഈ മരണത്തിൽ നിന്നും മാനവജാതിയെ വിടുവിക്കപ്പെടേണ്ടതിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, കുരിശിൽ യാഗമായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് നീതിമാന്മാരായി തീരുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന നീതിമാന്മാർക്ക് ന്യായവിധിയില്ല, അല്ലാത്തവർക്ക് ന്യായവിധി ഉണ്ടാകുമെന്നുള്ള സന്ദേശം 2000-ലധികം വർഷങ്ങളായി ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ നിത്യജീവനിലേക്ക് കടക്കും, അല്ലാത്തവർ നിശ്ചയമായും നിത്യദണ്ഡനത്തിലേക്ക് പോകേണ്ടി വരും. ഈ സന്ദേശം ഗൗരവമായി എടുക്കാതെ ഇന്നും ജനം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. യേശുവിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ശിക്ഷാവധിയിൽ നിന്ന് രക്ഷപ്പെടാം. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകുമെന്ന് മത്തായി 24:21 പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന നീതിമാന്മാരെ ചേർത്ത് കൊണ്ടുപോകുവാൻ നിശ്ചയമായും യേശു കർത്താവ് വരും. നമ്മുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നമ്മൾ അറിയായിക കൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കേണ്ടത് ആവശ്യം. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീനെന്ന് മത്തായി 24:44 എഴുതിയിരിക്കുന്നു. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തതല്ല
സ്തോത്രം.